ഹായ്, ഞാൻ ഇന്ദു. ഇബ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പഴച്ചെടിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഒരു പഴച്ചെടിയെ പറ്റിയാണ്. പഴച്ചെടി എന്ന് ലാഘവത്തോടെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ല. ഇതൊരു മരമാണ്. ഏകദേശം കുറച്ച് വലിയൊരു മരമാണ്. ഞങ്ങളുടെ വീട്ടിലെ സപ്പോട്ട മരമാണ്. ഇത് നമ്മുടെ നാട്ടിൽ സപ്പോട്ട എന്നറിയപ്പെടുന്ന മരമാണ്. ഇതിന് നമ്മൾ ചിക്കൂസ് എന്നും പറയാറുണ്ട്. ഈ ചിക്കൂസിൻ്റെ ജ്യൂസ് വളരെ ഫേമസാണ്. പാലും പഴുത്ത സപ്പോട്ടയ്ക്കായും പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചെടുക്കുന്നതാണ് ചിക്കൂസ് ജ്യൂസ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഈ മരം കായ്ക്കാൻ തുടങ്ങിയ സമയത്ത് നല്ല ഓവൽ ഷേപ്പായിരുന്നു ഇതിൻ്റെ കായ്ക്ക്. ഇപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിലാണിത്. ഇപ്പം ഓവൽ ഷേപ്പ് മാറി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഓവൽ ഷേപ്പിലായിരുന്നു വാങ്ങുന്ന സമയത്ത്. പിന്നെ കുറച്ചുകൂടെ 10-20 വർഷം പഴക്കമുള്ള ഒരു സപ്പോട്ട മരം കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അത് ഒരു പൊതിച്ച തേങ്ങയുടെ അത്രയും വലിപ്പമൊക്കെ അതിൻ്റെ കായ്ക്ക് കാണാറുണ്ട്. പക്ഷെ അതിന് മാത്രം ഇതുപോലെ കൊലകളായി പിടിക്കുന്ന ഒരു മരമല്ല. അത് നമുക്ക് പിന്നീട് കാണാം. ആ മരം, ഈ ചെടി ഒരു ഗ്രാഫ്റ്റ് തൈയാണെന്ന് പറഞ്ഞല്ലോ. ഇതിനുള്ളിൽ ഈ കായ്ക്കുള്ളിൽ വിത്തുണ്ട്. 3-4 വിത്തുകൾ കാണാറുണ്ട്. ആ വിത്തുകൾ കിളിപ്പിച്ചാൽ നട്ടാൽ കിളുത്ത് വരും. പക്ഷേ ഒരു 6-7 അത് 8 വർഷത്തോളം കാലതാമസം വരും ഇത് കായ്ച്ച് കിട്ടാൻ. നമ്മൾ വിത്തിൽ നിന്നുള്ള തൈ കായ്ച്ച് കിട്ടാൻ അത്രയും വർഷമെടുക്കും. എന്നാൽ ഗ്രാഫ്റ്റ് തൈ ആണെങ്കിൽ മിക്കവാറും വാങ്ങിക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ കായ്കൾ കാണും. അത് പഴുക്കും. അതിനുശേഷം തുടർച്ചയായിട്ട് കായ്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ കായ്കൾ ഇല്ലാത്ത തൈയാണെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ അത് കായ്ക്കും. വർഷങ്ങളോളം 30-40 വർഷത്തോളം കായ്ഫലം തരുന്ന ഒരു മരമാണ് ഇത്. ഈ തൈകൾ നമ്മൾ വാങ്ങിക്കുന്ന നല്ല നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കണം. നല്ല മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ നല്ല കായ്ഫലമുള്ള മരം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഈ തൈ ജൂൺ മഴയ്ക്ക് മുമ്പ് ഒരു മെയ് മാസം ലാസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ നടണം. അതല്ലെങ്കിൽ നമ്മൾ സെപ്റ്റംബർ മാസം കഴിഞ്ഞിട്ട് നടണം. കാരണം കാലവർഷം കഴിഞ്ഞതിന് ശേഷം നടണം. നടുന്നത് ഏകദേശം ഒരു 1.5 മീറ്റർ താഴ്ചയുള്ള കുഴി എടുത്തിട്ട് അതിനുള്ളിൽ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടെ നിറച്ച് ആ കുഴി മൂടുക. അതിനുശേഷം വീണ്ടും ഒരു ചെറിയ കുഴി എടുത്തിട്ട് വേണം ഈ തൈ നടാൻ. അങ്ങനെ നട്ടാൽ എന്നിട്ട് വർഷം തോറും 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അതിന് വളം ചെയ്താൽ മതി. വലിയ വൃക്ഷമായി കഴിഞ്ഞാൽ ഇത് ഫുൾ നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതല്ല, ചെറിയ പരുവത്തിലൊക്കെ നമുക്ക് ഇത് ഫുള്ള് നനയ്ക്കാൻ പറ്റും. ചിലരുടെ പരാതിയാണ് നിറച്ച് പൂക്കുന്നുണ്ട്, അത് മുഴുവൻ കായാകുന്നില്ല എന്നുള്ളത്. അത് ചിലപ്പം മദർ പ്ലാന്റിൻ്റെ കംപ്ലൈൻ്റ് ആകാം. അത് നല്ല തൈ ആകണമെന്നില്ല. അതല്ല, പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ കുറവ് കൊണ്ട് ഇത് പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകാറുണ്ട്. ഈ ചെടിക്ക് നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ സപ്പോട്ട നല്ലതുപോലെ കായ്ക്കത്തുള്ളൂ. ഇതിൽ കായ്കൾ, ഈ മരത്തിൽ പൂക്കളുണ്ടായി 4 മാസം കഴിയുമ്പോഴാണ് ഈ പഴം നമുക്ക് കഴിക്കാൻ വിളഞ്ഞു കിട്ടുന്നത്. 4 മാസത്തിന് മുമ്പ് ഇത് പിച്ചിയെടുത്താൽ കുറേ ദിവസം വെച്ചിരുന്നാൽ ഇത് പഴുക്കാറുണ്ട്. പക്ഷേ അതിന് മധുരം കുറവായിരിക്കും. 4 മാസം കഴിയുമ്പോഴാണ് ഇത് വിളവാകുന്നത്. ഈ കായ്കൾ പാകമായി എന്ന് മനസ്സിലാകാനൊരു ഇതുണ്ട്. ഈ കായയുടെ മുകളിൽ പൂവിൻ്റെ ഒരു അംശം കാണും. ഇത് നോക്കിയാട്ടെ, ആ പൂവിൻ്റെ ഒരു പൂവിൻ്റെ ഒരു കമ്പ് പോലെ, ഒരു സൂചി പോലെ ഒരു സംഭവമുണ്ട്. ഇത് പൊഴിഞ്ഞു പോകും. ആ പൊഴിഞ്ഞു പോകുന്നതാണ് ഇത് മെച്ചുറായി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പുറകുവശം കണ്ട് നമുക്ക് പരിചയം കൊണ്ടത് മനസ്സിലാകുന്നതാണ്. അതിൻ്റെ പുറകുവശത്ത് ഒരു പൊടി പോലുള്ളൊരു സാധനം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അതാണ് ഇതിൻ്റെ വിളവ് തീരുമാനിക്കുന്നത്. 4 മാസം പൂ പിടിച്ച് 4 മാസം കഴിയുമ്പോഴാണ് അത് കൃത്യമായിട്ട് പാകമായി വരുന്നത്, പഴുപ്പിക്കാൻ പാകമാകുന്നത്. പിന്നെ ഇത് വവ്വാലും കിളികളും ഒന്നും തരില്ല എന്നൊരു പരാതി എനിക്കുമുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ അവരുടെ അവകാശമാണ് കിളികളുടെ. അത് അവർക്കും കൂടെ കഴിക്കാനുള്ളതാണ്. ഒരു വലയൊക്കെ നമ്മൾ റംബുട്ടാനൊക്കെ ചെയ്യുന്നത് പോലെ ഒരു വലയൊക്കെ ഇട്ട് നമുക്ക് ഇതിനെ സംരക്ഷിക്കാം. പക്ഷേ വളരെ വലിയ വൃക്ഷമായി കഴിഞ്ഞാൽ ഇതിനെ അങ്ങനെ വലയിട്ട് സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഇത് ഞങ്ങളുടെ ടെറസിനോട് ചേർന്നായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കായൊക്കെ പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ വല കിട്ടുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്. ചെറിയ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഗ്രാഫ്റ്റഡ് തൈയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിക്കകത്തൊക്കെ വളർത്താൻ പറ്റുന്നതാണ്. അതിനെ നമുക്ക് പ്രൂൺ ചെയ്ത് വളർത്താം. അതായത് നല്ല ഷേപ്പില്ലാതെ നിൽക്കുന്ന കമ്പുകളൊക്കെ നമുക്ക് കോതി വൃത്തിയാക്കി അതിനെ വളർത്താം. പിന്നെ പ്രൂണിങ് അത്യാവശ്യമാണെന്ന് പറയും. പക്ഷേ ഈ സപ്പോർട്ടയ്ക്ക് ഞങ്ങൾ സാധാരണ പ്രൂൺ ചെയ്യാറില്ല. അതൊരു വലിയ മരമായിട്ട് തന്നെ അങ്ങ് നിൽക്കുകയാണ്. ഇത് ചെറിയ ഒരു കുഞ്ഞു കായാണ്. പൂ മാറിയിട്ട് അത് കായായി തുടങ്ങുകയാണ്. ഇത് 2-3 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞങ്ങളുടെ ഈ മരത്തിനകത്ത് വിശറ് കൂട് വെച്ചിട്ടുണ്ട്. ചുവന്ന ഉറുമ്പ് അത് കൂട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കത് ശല്യമായിട്ട് വരാറുണ്ട്. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അത് തണുപ്പ് ഇലകളെല്ലാം അടുങ്ങി നിൽക്കുന്നതുകൊണ്ട് ആ തണുപ്പ് കൊണ്ടാണ് അത് കൂട് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ അല്ലാതെ നമുക്കിത് വീട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കായ്ക്കുന്ന ഒരു മരത്തിൻ്റെ ഏകദേശം ഈ കാണിച്ചേക്കുന്ന കമ്പുണ്ടല്ലോ, ഈ കമ്പ് ഇതുപോലെ ഒരു കമ്പ് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ ഇതിൻ്റെ വട്ടത്തിൽ ഇതിൻ്റെ തൊലി കളയുക. അതിനുശേഷം ഒരു പോളിത്തീൻ കവറിൽ ചകിരിച്ചോറും ഒരു സ്വല്പം മണ്ണും സ്വല്പം ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ആ കവറിനകത്ത് നിറച്ചിട്ട് കവറിൻ്റെ 2 അറ്റവും മുറുകെ കെട്ടിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കൊരു കീറ്റലുണ്ടാക്കി ഈ മുറിപ്പടിയിലേക്ക് ഇങ്ങനെ ചുറ്റി വെക്കുക. എന്നിട്ട് 2 അറ്റവും മുറുക്കി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് അതിനുള്ളിൽ വേര് വരുന്നതായിട്ട് നമുക്ക് കാണാം. പോളിത്തീൻ കവർ ആയതുകൊണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റും ഇങ്ങനെ വേര് വന്നിരിക്കുന്നത്. ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് മണ്ണിൽ നട്ടാൽ ഇതൊരു പുതിയൊരു ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഇതിന് നല്ലതുപോലെ വെള്ളം ഒഴിക്കണം. എല്ലാ ദിവസവും കഴിയുന്നതും വെള്ളം ഒഴിക്കണം. മഴക്കാലത്ത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ടെങ്കിലും വേനൽക്കാലത്ത് നല്ലതുപോലെ വെള്ളം 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒഴിക്കണം. ചെറിയ തൈയൊക്കെ ആണെങ്കിൽ മരം മുഴുവൻ ഹോസ് വെച്ച് നനച്ച് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതെ കായ്ക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. അതുമല്ല ഇതിന് പ്രത്യേകിച്ച് ഞങ്ങൾ വളവും കൊടുക്കാറില്ല. കാരണം എനിക്ക് കുറേ കോഴികളുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ടയുടെ ഭാഗത്താണ് അഴിച്ചു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വളമൊക്കെ ഉള്ളതുകൊണ്ട് കോഴിക്കാഷ്ടമൊക്കെ വീഴുന്നതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഇനി വളം ഒന്നും ചെയ്യാറില്ല. നിറയെ കായും ഉണ്ടാകാറുണ്ട്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ വലിയൊരു മരം. അതിൻ്റെ കായും വലുതാണ്. അത് നിറയെ കായ്ക്കാറൊന്നുമില്ല, എങ്കിലും കുറച്ച് വലിയ കായ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കൊലുകൊലിയായിട്ടുണ്ടാകില്ലെങ്കിലും അതിനകത്ത് കായ ഉണ്ടാകാറുണ്ട്. ഇതൊരു ഗ്രാഫ്റ്റഡ് തൈയായിരുന്നു. അത് 20 വർഷത്തിന് മേൽ പഴക്കമുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. ബൈ.